ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ആദ്യം മുതലേ ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ CPM നടത്തിയ ആരോപണങ്ങൾ ശരിയായിരുന്നുവെന്ന് തെളിയുകയാണെന്ന് മുഖ്യമന്ത്രി സെക്രട്ടറി നിയമനത്തിലൂടെ നടന്നതെന്ന് CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ്. തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ തിരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ഷൻ ഓഫീസറായിട്ടുള്ള ഇദ്ദേഹം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം കഴിയുന്നതിന് ഒരാഴ്ച മുൻപേ തന്നെ ആരും അറിയാതെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതായും UDF വോട്ടുകൾ മുഴുവനും ചേർത്ത് കഴിഞ്ഞു എന്നുള്ളതിനാലാണ് അന്നങ്ങനെ ഒരു സമീപനം ഇലക്ഷൻ കമ്മീഷൻ നടത്തിയതെന്നും CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ് പറഞ്ഞു. അന്ന് CPM ഉന്നയിച്ച ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയമനം നടത്തിയതിനെ കാണുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൻ്റെ സമയം നേരത്തെ നിശ്ചയിച്ചിരുന്നു. എന്നാൽ ആ സമയത്തിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രവർത്തനം ആരും അറിയാതെ തന്നെ അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം അന്ന് UDFൻ്റെ വോട്ടുകൾ മുഴുവൻ ചേർത്തിയെന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അത്തരമൊരു സമീപനം ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് അന്ന് ഉണ്ടായിട്ടുള്ളത്. ആ ആരോപണം ശരിവയ്ക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. UDFും BJPയും ഇലക്ഷൻ കമ്മീഷണറും തമ്മിൽ ഡീൽ ഉണ്ടായിരുന്നുവെന്നും അതിന്റെ തെളിവാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡീലിന് പകരം BJPയുടെ സീൽ വന്നതെന്നും ഈ ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് സെക്രട്ടറി നിയമനമെന്നും അദ്ദേഹം ആരോപിച്ചു. മാത്രമല്ല കോൺഗ്രസും BJPയും ഇലക്ഷൻ കമ്മീഷണറും തമ്മിലുള്ള ഒരു ഡീൽ മുമ്പുണ്ട് എന്നതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ മറ്റൊരു തെളിവാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സീലിന് പകരം BJPയുടെ സീല് വെച്ചു കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. അത് വിവാദമാവുന്ന ഒരു സാഹചര്യം ആ ഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിരവധിയായ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷണറുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്ന ഒരു സാഹചര്യത്തിലാണ് ആ ആരോപണങ്ങളെല്ലാം തന്നെ ശരിവെക്കുന്ന ഒരവസ്ഥയാണ് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായിട്ട് ഇത് വെക്കുന്നതിനുള്ള കാരണമായിട്ട് തെളിഞ്ഞിട്ടുള്ളത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ടെന്നും അതിന്റെ സമ്മാനമാണ് അദ്ദേഹത്തിന് UDF നൽകിയതെന്നും കൃഷ്ണദാസ് പറഞ്ഞു. അതേസമയം ബംഗാളിൽ സമാന വിഷയമുണ്ടായപ്പോൾ ഉപകാരസ്മരണയ്ക്കുള്ള സമ്മാനം എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്കറിയാം, ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള അട്ടിമറി ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു സമ്മാനമാണ് ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി ഇങ്ങനെയുള്ള നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം, ബംഗാളിലും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയും ഇതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷണറെയാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായിട്ട് നിയമിച്ചത്. ഇത്തരമൊരു നിയമനവുമായി ബന്ധപ്പെട്ട് അന്ന് ആ സന്ദർഭത്തിൽ കോൺഗ്രസ് AICCയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പറഞ്ഞത് അത് ഉപകാര സ്മരണയുടെ ഭാഗമായിട്ടുള്ള സമ്മാനം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അങ്ങനെ എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിനെതിരെ AICCയും രാഹുൽ ഗാന്ധിയും ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു നിലപാടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ അഭിപ്രായം, പ്രത്യേകിച്ചും AICCയുടെ അഭിപ്രായം, രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം അറിയേണ്ടതുണ്ട്. കാരണം ഒരേ വിഷയത്തിൽ രണ്ടഭിപ്രായം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല. അത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്.